Hi everyone, welcome back to a new video. In this video we are going to the questions and answers from the story The Best Investment I Ever Made, written by Cronin. Cronin എഴുതിയ The Best Investment I Ever Made എന്ന സ്റ്റോറിയിലെ questions and answers ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Question number 1. Have you come across any person with importunate behaviour? How did you feel about it? Describe your experience. ക്രോണിൻ ഷിപ്പിനകത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്താഗ്രഹിച്ചിരുന്നു? ഹി വാണ്ടഡ് ടു അവോയ്ഡ് ദ ടെഡിയം ഓഫ് കാഷ്വൽ ആൻഡ് ഇമ്പോർച്ചുനേറ്റ് ടോക്സ്, അതായത് ബോറിംഗ് ആയിട്ടുള്ള ടോക്സ് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഇത്തരത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇമ്പോർച്ചുനേറ്റ് ആയ ടോക്സ്, വളരെ ബോറിംഗ് ആയ ടോക്സ് കേൾക്കാൻ ഇടയായിട്ടുണ്ടോ? ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് ഇറ്റ്? ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ആ സമയത്ത് അനുഭവപ്പെട്ടത്? നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുക. ഈ ക്വസ്റ്റ്യൻ തികച്ചും ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ്, വ്യക്തിപരമായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾക്കിതിന് ഏത് രീതിയിലുള്ള ആൻസർ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഒരു മോഡൽ ആയിട്ടുള്ളൊരു ആൻസറാണ് ഇപ്പോൾ ഞാൻ നൽകുന്നത്. യെസ്, ഐ ഹാവ് കം അക്രോസ് എ പേഴ്സൺ വിത്ത് ഇമ്പോർച്ചുനേറ്റ് ബിഹേവിയർ. ഐ ഫെൽറ്റ് വെരി ബാഡ് അബൌട്ട് ഇറ്റ്. ദിസ് പേഴ്സൺ സെൽസ് ലോട്ടറി ടിക്കറ്റ്സ്. ഹി ഗോസ് ഓൺ ആസ്കിംഗ് മീ ടു ബൈ ടിക്കറ്റ്സ് ഫ്രം ഹിം. I feel very bad as I have to repeatedly tell him I don't need any lottery tickets. അതെ, എനിക്കും ജീവിതത്തിൽ ഒരു ഇമ്പോർച്ചുനേറ്റ് ബിഹേവിയർ ഒരാളുടെ അടുത്ത് നിന്നും ഉണ്ടാവുകയുണ്ടായി. വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു പെരുമാറ്റം ഉണ്ടാവുകയുണ്ടായി. ഐ ഫെൽറ്റ് വെരി ബാഡ് അബൌട്ട് ഇറ്റ്. എനിക്കത് വളരെയധികം വിഷമമുണ്ടാക്കുകയുണ്ടായി. ദിസ് പേഴ്സൺ സെൽസ് ലോട്ടറി ടിക്കറ്റ്സ്. ഇദ്ദേഹം ഒരു ലോട്ടറി വിൽപ്പനക്കാരനായിരുന്നു. ഹി ഗോസ് ഓൺ ആസ്കിംഗ് മീ ടു ബൈ ടിക്കറ്റ്സ് ഫ്രം ഹിം. അദ്ദേഹം എന്നോട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. I feel very bad as I have to repeatedly tell him I don't need any lottery tickets. ആ സമയത്ത് എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയേണ്ടി വന്നു, എനിക്ക് ലോട്ടറി ടിക്കറ്റ്സ് ഒന്നും തന്നെ വേണ്ട എന്ന്. Question number 2. Why was the narrator not interested in the man who was watching him? The best investment I ever made എന്ന സ്റ്റോറിയിലെ നറേറ്റർ ആയിട്ടുള്ള ക്രോണിൻ തന്നെ നോക്കിക്കൊണ്ടിരുന്ന മിസ്റ്റർ ജോൺ എസിൻ്റെ അടുത്ത് യാതൊരു ഇൻട്രസ്റ്റും കാണിക്കുന്നുണ്ടായിരുന്നില്ല. വൈ വാസ് നറേറ്റർ നോട്ട് ഇൻട്രസ്റ്റഡ്? ഡോക്ടർ ക്രോണിൻ എന്തുകൊണ്ടായിരുന്നു തന്നെ നോക്കിക്കൊണ്ടിരുന്ന ആളുടെ അടുത്ത് താല്പര്യം കാണിക്കാതിരുന്നത്? ദ ആൻസർ ഈസ് ദ നറേറ്റർ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ മാൻ ഹു വാസ് വാച്ചിങ് ഹിം ബിക്കോസ് ഹി വാണ്ടഡ് ടു റെസ്റ്റ് ആൻഡ് അവോയ്ഡ് സ്ട്രേഞ്ചേഴ്സ് ഹു വുഡ് ബോർ ഹിം വിത്ത് അൺനെസസറി ക്വസ്റ്റ്യൻസ്. തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് ഡോക്ടർ ക്രോണിന് സംസാരിക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഹി വാണ്ടഡ് ടു റെസ്റ്റ്. അദ്ദേഹം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. And avoid strangers who would bore him with unnecessary talks. റെസ്റ്റ് ചെയ്യുകയും കൂടാതെ ഇത്തരം സ്ട്രേഞ്ചേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇവർ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. Question number 3. The narrator observed the man and described him in vivid terms. How did he describe him? തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളിനെ കുറിച്ച് ഡോക്ടർ ക്രോണിൻ വളരെ വിശദമായി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് വിവരിക്കുക. The answer is, the narrator described him as a man of early 40s, rather short in build, with a fair complexion and clear blue eyes. His thin hair had begun to recede from his forehead. His dark-hued, sober tie and rimless spectacles gave evidence of a serious and reserved disposition. തന്നെ നോക്കിക്കൊണ്ടിരുന്ന ആൾക്ക് ഏതാണ്ട് 40-നടുത്ത് പ്രായമുണ്ട്. He was short in build, വലിയ ഹൈറ്റ് ഉള്ള ആളായിരുന്നില്ല. വിത്ത് എ ഫെയർ കോംപ്ലക്ഷൻ ആൻഡ് ക്ലിയർ ബ്ലൂ ഐസ്. അദ്ദേഹം നന്നായി വെളുത്ത വ്യക്തിയായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നീല കളറായിരുന്നു. ഹിസ് തിൻ ഹെയർ ഹാഡ് ബിഗൻ ടു റിസീഡ് ഫ്രം ഹിസ് ഫോർഹെഡ്. അദ്ദേഹത്തിന്റെ മുടി അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നിന്നും കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഹിസ് ഡാർക്ക് സ്യൂട്ട്, സോബർ ടൈ ആൻഡ് റിംലെസ് സ്പെക്ടക്കിൾസ് ഗേവ് എവിഡൻസ് ഓഫ് എ സീരിയസ് ആൻഡ് റിസർവ്ഡ് ഡിസ്പൊസിഷൻ. അദ്ദേഹത്തിന്റെ വളരെ ഡാർക്ക് ആയിട്ടുള്ള സൂട്ട്, അദ്ദേഹം ധരിച്ചിട്ടുള്ള വളരെ പ്ലെയിൻ ആയിട്ടുള്ള ടൈ, അദ്ദേഹത്തിന്റെ റിമ്മില്ലാത്ത സ്പെക്ടക്കിൾസ്, ഇതെല്ലാം നൽകുന്നത് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്വഭാവ പ്രകൃതക്കാരനാണ് എന്നുള്ളതാണ്. Question number 4. What made the narrator notice the fellow voyager the next day? തൊട്ടടുത്ത ദിവസവും തൻ്റെ കൂടെ യാത്ര ചെയ്ത സഹയാത്രികനെ നറേറ്റർ വാച്ച് ചെയ്യേണ്ടായ കാരണം എന്താണ്? The answer is, because the fellow voyager and his wife were watching him earnestly from the deck chair. തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളിനെ ഡോക്ടർ ക്രോണിൻ പിറ്റേ ദിവസവും കാണാനിടയാവുന്നു. ഈ പ്രാവശ്യം അദ്ദേഹം മാത്രമല്ല, അദ്ദേഹവും കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഡോക്ടർ ക്രോണിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. Question number 5. What was the purpose of the visit of the voyager and his wife to America? മിസ്റ്റർ ജോൺ എസും അദ്ദേഹത്തിന്റെ ഭാര്യയും അമേരിക്ക വിസിറ്റ് ചെയ്യാനുണ്ടായ കാരണം എന്തായിരുന്നു?
The answer is, their purpose was to inspect many of the recreational camps for young people. They had to visit settlement houses in New York and other cities to study the methods employed in dealing with cases of backward, maladjusted and delinquent youth. മിസ്റ്റർ ജോൺ എസും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമേരിക്ക വിസിറ്റ് ചെയ്യാനുണ്ടായ കാരണം അവർക്ക് സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ്സ് വിസിറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. കൂടാതെ ന്യൂയോർക്കിലെയും മറ്റ് നഗരങ്ങളിലെയും സെറ്റിൽമെന്റ് ഹൗസസ് വിസിറ്റ് ചെയ്യുക, അവിടങ്ങളിലെ മാനസികമായ വെല്ലുവിളി നേരിടുന്ന അല്ലെങ്കിൽ അക്രമവാസനയുള്ള കുട്ടികളെയൊക്കെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്, അവരെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് മിസ്റ്റർ ജോൺ എസും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ലണ്ടനിൽ നിന്നും അമേരിക്കയിലേക്ക് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6. I found myself liking him instinctively. Why? മിസ്റ്റർ ജോൺ എസിനെ വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടർ എ.ജെ. ക്രോണിൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? The answer is, I found liking him instinctively because there was much enthusiasm in his voice, manner and his personality. ഡോക്ടർ എ.ജെ. ക്രോണിൻ മിസ്റ്റർ ജോൺ എസിനെ വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുണ്ടായിരുന്ന enthusiasm, ആവേശം, ആൻഡ് മാനർ ആൻഡ് ഹിസ് പേഴ്സണാലിറ്റി, ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയും ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും എല്ലാം തന്നെയാണ് അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടർ എ.ജെ. ക്രോണിൻ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം. ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് ഡിഡ് ക്രോണിൻ ലേൺ അബൌട്ട് ദ മാൻ ആഫ്റ്റർ ക്വസ്റ്റ്യനിങ് ഹിം ഫർദർ? ഡോക്ടർ എ.ജെ. ക്രോണിൻ മിസ്റ്റർ ജോൺ എസുമായി കൂടുതൽ സംസാരിച്ച ശേഷം അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് മിസ്റ്റർ ജോൺ എസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്? The answer is, the man was by profession a solicitor. He was also acting as the director of a charitable organization devoted to the care of boys and girls, mostly from city slums, who had fallen under the ban of law. Mr. John S. ഒരു സോളിസിറ്റർ ആയിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്, ഒരു അഭിഭാഷകനായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതുകൂടാതെ ചേരി പ്രദേശങ്ങളിൽ നിന്നുമുള്ള പല കേസുകളിലും പെട്ടിരിക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സ്വന്തമായി ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനും നടത്തി വന്നിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8. How did the couple help derelict adolescents to lead normal lives? മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട കൗമാരക്കാരായ കുട്ടികളെ എങ്ങനെയായിരുന്നു മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോണസ് സഹായിച്ചു വന്നിരുന്നത്? The answer is, they took derelict adolescents from the juvenile courts and placed them in a healthy environment. They healed them in mind and body and sent them back into the world. They were giving training in some handicraft so that they could live as worthy citizens. മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ട കൗമാരപ്രായക്കാരെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോണസ് ജൂനിയൽ കോടതിയിൽ നിന്നും അവരെ ഏറ്റെടുക്കുന്നു. അവരെ ഏറ്റെടുത്ത ശേഷം അവരെ വളരെ ആരോഗ്യകരമായിട്ടുള്ളൊരു ചുറ്റുപാടിൽ പ്ലേസ് ചെയ്യുന്നു. They healed them in mind and body and sent them back into the world. അവരെ മാനസികമായും ശാരീരികമായും സുഖപ്പെടുത്തിയ ശേഷം അവരെ തിരിച്ച് സമൂഹത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് ഉണ്ടായിരുന്നത്. They were given training in some handicraft so that they could live as worthy citizens of the society. ഇത്തരത്തിൽ ഏറ്റെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് അവർ പലതരത്തിലുള്ള കരകൗശല വിദ്യകളും പഠിപ്പിച്ചിരുന്നു. Question number 9. What did Cronin mean by the expression the veils parted? Veils parted, മറ നീക്കി അല്ലെങ്കിൽ മുഖാവരണം അഴിഞ്ഞു വീണു എന്ന രീതിയിലുള്ള എക്സ്പ്രഷൻ കൊണ്ട് ഡോക്ടർ എ.ജെ. ക്രോണിൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? The veils parted here means reveal the identity of the man. ഇവിടെ veils parted, മുഖാവരണം അഴിഞ്ഞു വീണു, മുഖം മൂടി നീങ്ങി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹം തന്നെ നോക്കിക്കൊണ്ടിരുന്ന വ്യക്തി, തന്നോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി മിസ്റ്റർ ജോൺ എസ്, ഇദ്ദേഹം ആരാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, താൻ 25 വർഷം മുമ്പ് ജീവൻ രക്ഷപ്പെടുത്തിയ അതേ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള വ്യക്തിയാണ് ഇന്ന് മിസ്റ്റർ ജോൺ എസ് ആയിട്ട് തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്ന തിരിച്ചറിവിനെയാണ് ഇവിടെ വെയിൽസ് പാർട്ടഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10. I was awakened by a loud banging on the door. Who was banging on the door? Why? സ്റ്റോറിക്കകത്തുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് I was awakened by a loud banging on the door. ഡോറിന് മുകളിലെ ശക്തമായ ഇടി കാരണം ഞാൻ എഴുന്നേറ്റ് പോയി. Who was banging on the door and why? ആരായിരുന്നു ഡോറിൽ മുട്ടിക്കൊണ്ടിരുന്നത്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? The answer is, a sergeant of police was banging on the door. There was a case of attempted suicide and he had come to call Cronin as he is a doctor. ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു ഡോറിന് മുകളിൽ ബാങ്ക് ചെയ്തുകൊണ്ടിരുന്നത്. There was a case of attempted suicide and he had come to call Cronin as he is a doctor. ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചതിനെ തുടർന്ന് ഡോക്ടറായിരുന്ന
എജെ ക്രോണിനെ വിളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോലീസ് ഓഫീസർ അദ്ദേഹത്തിന്റെ ഡോറിന്റെ മുകളിൽ മുട്ടിക്കൊണ്ടിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11. വാട്ട് ഡിഡ് ദ ഡോക്ടർ ഡു ടു സേവ് ദ ലൈഫ് ഓഫ് ദ യങ് മാൻ? ആ ചെറുപ്പക്കാരന്റെ ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി ഡോക്ടർ എന്തൊക്കെയാണ് ചെയ്തത്? ആൻസർ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സർജൻ, ദ ഡോക്ടർ ബിഗാൻ ദ വർക്ക് ഓഫ് റെസിസിറ്റേഷൻ. They labored hard for an entire hour. As they were about to give up, the young man started breathing and soon he was sitting up. പോലീസ് ഓഫീസറുടെ സഹായത്തോടു കൂടി ഡോക്ടർ ഈ വ്യക്തിയുടെ റെസിസ്റ്റേഷൻ വർക്ക്, അദ്ദേഹത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. They labored hard for an entire hour. ഒരു മണിക്കൂറോളം അവർ ഇദ്ദേഹത്തിന് കൃത്രിമ ശ്വാസവും അത്തരത്തിലുള്ള ഇദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. As they were about to give up, the young man started breathing and soon he was sitting up. ഇവർ ഈ ഒരു ഉദ്യമം നിർത്താൻ വേണ്ടി പോകുന്ന സമയത്ത് ചെറുപ്പക്കാരൻ ശ്വസിക്കുകയും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. Question number 12. Utterly friendless, he had fallen victim to the loose society of the streets. What does the author mean by this statement? സുഹൃത്തുക്കളൊന്നും തന്നെ ഇല്ലാത്തത് കാരണം അദ്ദേഹം സമൂഹത്തിന്റെ കുത്തഴിഞ്ഞ ജീവിതത്തിൽ അകപ്പെടുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഡോക്ടർ എജെ ക്രോണിൻ ഈ രീതിയിൽ പറയുന്നത്? The answer is, the young man was without friends and slowly he got into bad company. He started living a life beyond his means. He began to bet on horses and it ruined him. സുഹൃത്തുക്കളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹം മിസ്റ്റർ ജോൺ എസ് വളരെയധികം മോശം ആളുകളുമായിട്ടുള്ള കമ്പനിയിൽ പെടുന്നു. He started living a life beyond his means. അദ്ദേഹം തനിക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാത്ത രീതിയിലുള്ള ജീവിതമായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. He began to bet on horses and it ruined him. അങ്ങനെ അദ്ദേഹം കുതിരപ്പന്തയത്തിൽ ബെറ്റ് ചെയ്യുകയും അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ നശിപ്പിക്കുകയുമാണ് ഉണ്ടായിരുന്നത്. Question number 13. Why did the young man try to commit suicide? എന്തുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്? The answer is, he had lost heavily on horse betting. To recover his losses, he decided to make a final bet. For that he had no money, and so he stole money from the safe where he was working. He lost that bet also. He knew he would be caught, and so he decided to commit suicide. കുതിരപ്പന്തയത്തിൽ ഏർപ്പെടുക വഴി മിസ്റ്റർ ജോണസിന് വലിയ രീതിയിലുള്ള പണനഷ്ടം ഉണ്ടാവുകയുണ്ടായി. To recover his losses, he decided to make a final bet. തന്നെ നഷ്ടപ്പെട്ട പണമെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി മിസ്റ്റർ ജോണസ് അവസാനത്തെ ഒരു പന്തയം നടത്താമെന്ന് തീരുമാനിക്കുന്നു. For that he had no money, and so he stole money from the safe where he was working. അങ്ങനെ ആ ഒരു പണം സമാഹരിക്കാൻ വേണ്ടി അദ്ദേഹം താൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്നും പണം അപഹരിക്കുകയാണ്. He lost that bet also. ആ ബെറ്റിലും അദ്ദേഹത്തിന് പണം നഷ്ടപ്പെടുന്നു. He knew he would be caught, and so he decided to commit suicide. ഇത് പിടിക്കപ്പെടുമെന്നായപ്പോൾ അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. Question number 14. Why does the author say that it was the best investment he had ever made? അദ്ദേഹം ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് അതായിരുന്നു എന്ന് ഓഥർ പറയാനുണ്ടായ കാരണം എന്തായിരുന്നു? The answer is, he had made many investments for material gains, but he had lost. The losses brought him only anxiety, disappointment and frustration. But here he made a small investment that changed the life of a man who has become an excellent citizen doing service to the society. നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹം നടത്തുകയുണ്ടായിരുന്നു. പക്ഷെ അത്തരം ഇൻവെസ്റ്റ്മെന്റ് എല്ലാം അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. ആ നഷ്ടങ്ങളെല്ലാം അദ്ദേഹത്തിൽ ഒരുപാട് ആങ്സൈറ്റി, ഡിസപ്പോയിന്റ്മെന്റ്, ഫ്രസ്ട്രേഷൻ, ഇത്തരത്തിൽ ഒരുപാട് നിരാശയും ടെൻഷൻസും ഒക്കെയാണ് ക്രിയേറ്റ് ചെയ്തത്. ബട്ട് ഹിയർ ഹി മേഡ് എ സ്മോൾ ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് ചേഞ്ച്ഡ് ദ ലൈഫ് ഓഫ് എ മാൻ. പക്ഷെ ഇവിടെ അദ്ദേഹം ചെറിയൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുക വഴി £7 and 10 ഈ ഒരു ചെറിയ തുക ഇൻവെസ്റ്റ് ചെയ്യുക വഴി അദ്ദേഹത്തിന് എന്ത് സാധിച്ചു? ഹി വാസ് ഏബിൾ ടു ചേഞ്ച് ദ ലൈഫ് ഓഫ് എ മാൻ. അദ്ദേഹത്തിന് ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിച്ചു. ഹു ഹാസ് ബിക്കം ആൻ എക്സലന്റ് സിറ്റിസൺ ഡൂയിങ് സർവീസ് ടു ദ സൊസൈറ്റി. അദ്ദേഹം രക്ഷപ്പെടുത്തിയ ആ വ്യക്തി മിസ്റ്റർ ജോൺ എസ് പിന്നീട് സമൂഹത്തിന് മുഴുവൻ സേവിക്കുന്ന ഒരു ഏറ്റവും നല്ലൊരു സിറ്റിസണായി മാറുകയുണ്ടായി. Question number 15. The surgeon, the landlady and the narrator helped the young man complete the following table. സർജിയന്റും ലാൻഡ് ലേഡിയും അതേപോലെ തന്നെ നറേറ്ററും ഈ യങ് മാനെ മിസ്റ്റർ ജോൺ എസിനെ സഹായിക്കുകയുണ്ടായി. താഴെ തന്നിരിക്കുന്ന ടേബിൾ പൂർത്തിയാക്കുക. പേഴ്സൺ ഹു ഹെൽപ്ഡ് മിസ്റ്റർ ജോൺ എന്ന കോളത്തിനകത്ത് ജോണിനെ സഹായിച്ച ആളുകളുടെ പേര് കൊടുക്കുക. ഹൗ ദേ ഹെൽപ്ഡ്, അവർ ഏത് രീതിയിലാണ് ജോണിനെ സഹായിച്ചത്. ദ റിസ്ക് ഇൻവോൾവ്, അവർ എന്ത് റിസ്ക് എടുത്തിട്ടാണ് ആ സഹായം നൽകിയത് എന്നിവയാണ് നമുക്ക് പൂരിപ്പിക്കാനുള്ളത്. ഫസ്റ്റ് കോളത്തിനകത്ത് നമുക്ക് സർജിയൻ, പേഴ്സൺ ഹു ഹെൽപ്ഡ് മിസ്റ്റർ ജോൺ, സർജിയൻ കൊടുത്തു. പോലീസ് ഓഫീസറാണ് സർജിയൻ. ഹൗ ദേ ഹെൽപ്ഡ്
നോട്ട് റിപ്പോർട്ടിംഗ് ദ കേസ്. തൻ്റെ മുമ്പിൽ വന്ന കേസ് റിപ്പോർട്ട് ചെയ്യാതെയാണ് സർജിയൻ ആ യങ് മാൻ മിസ്റ്റർ ജോണസിനെ സഹായിച്ചത്. ദ റിസ്ക് ഇൻവോൾവ്ഡ്, അദ്ദേഹത്തിനുണ്ടായിരുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ജോബ്. അദ്ദേഹത്തിന് തൻ്റെ ജോബ് വരെ, തൻ്റെ ജോലി വരെ നഷ്ടപ്പെടാം എന്നിരിക്കെയാണ് അദ്ദേഹം ആ റിസ്ക് എടുത്തുകൊണ്ട് മിസ്റ്റർ ജോണസിനെ സഹായിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ലാൻഡ് ലേഡി. ലാൻഡ് ലേഡി എങ്ങനെയാണ് മിസ്റ്റർ ജോണസിനെ സഹായിച്ചത്? ഓഫേർഡ് എ മന്ത്സ് ഫ്രീ ബോർഡ്, ഒരു മാസത്തെ ഫ്രീ ആയിട്ടുള്ള താമസം, വാടക കൊടുക്കാതെ താമസിക്കാം തൻ്റെ ബിൽഡിങ്ങിൽ എന്നുള്ള ഓഫറായിരുന്നു ലാൻഡ് ലേഡി മുന്നോട്ട് വെച്ചത്. ആൻഡ് ദ റിസ്ക് വാസ് ഷീ മേ നോട്ട് ഗെറ്റ് ദ മണി, ആ ഒരു മാസത്തെ വാടക ആ സ്ത്രീക്ക് ലഭിക്കില്ലായിരുന്നു എന്നതായിരുന്നു റിസ്ക്. ദെൻ ദ നറേറ്റർ gave him 7 pounds and 10 shillings to put back in the office safe. തൻ്റെ ഓഫീസ് സേഫിൽ അദ്ദേഹം അവിടെ നിന്ന് മോഷ്ടിച്ച, മിസ്റ്റർ ജോണസ് മോഷ്ടിച്ച ക്യാഷ് തിരിച്ച് കൊടുക്കുകയാണ് നറേറ്റർ ചെയ്യുന്നത്. ആൻഡ് ദ റിസ്ക് ഇൻവോൾവ്ഡ് വാസ് ഹി ഈസ് നോട്ട് ഷുവർ ഇഫ് ഹി വിൽ പുട്ട് ഇറ്റ് ബാക്ക് ഇൻ ദ ഓഫീസ് സേഫ്, ഹവർ ഹി ലോസസ് ദ മണി. അവിടെ ഉണ്ടായിരുന്ന റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നറേറ്റർക്ക് ഒരിക്കലും തന്നെ അറിയാൻ സാധിക്കില്ല ഇദ്ദേഹം കൊടുത്ത ഈ 7 pounds and 10 shillings ആ ക്യാഷ് ഇദ്ദേഹം ഓഫീസ് സേഫിൽ തിരിച്ച് നൽകുമോ എന്നറിയില്ല. കൂടാതെ എന്ത് തന്നെയായാലും അദ്ദേഹത്തിന് 7 pounds and 10 shillings നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.